നമസ്കാരം. ബാലതാരമായി എത്തി ഇന്ന് തെന്നിന്ത്യൻ സിനിമകളിലെല്ലാം തന്നെ തിളങ്ങി നിൽക്കുന്ന താരസുന്ദരിയാണ് കീർത്തി സുരേഷ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടിയുടെ വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. ഡിസംബർ 12 ഗോവയിൽ വെച്ചായിരുന്നു കീർത്തിയുടെ വിവാഹം. ബാലകാല സുഹൃത്തായ ആന്റണി തട്ടിലാണ് കീർത്തിയുടെ വരൻ. 15 വർഷത്തോളമായി സുഹൃത്തുക്കളാണ് ഇരുവരും. 15 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കീർത്തിയും ആന്റണി തട്ടിലും വിവാഹിതരായത്. വിവാഹ ചിത്രങ്ങളും വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. വിജയ് ഉൾപ്പെടെ നിരവധി പേരാണ് വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയത്. ഇവരുടെ ചിത്രവും വൈറലായിരുന്നു. മലയാളം, തെലുങ്ക്, തമിഴ് ഇൻഡസ്ട്രിയിലെ കീർത്തി സുരേഷിന്റെ അടുത്ത സുഹൃത്തുക്കളെല്ലാം ഗോവയിൽ വെച്ച് നടന്ന വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. കല്യാണത്തിന് കീർത്തി കരഞ്ഞ നിമിഷത്തെക്കുറിച്ചാണ് നാനി കുറിച്ചത്. നിറഞ്ഞ കീർത്തിയുടെ കണ്ണുകൾ ആന്റണി തുടയ്ക്കുന്ന ഒരു ഫോട്ടോയ്ക്കൊപ്പം ഈ മാതൃക നിമിഷത്തിന് ഞാൻ സാക്ഷിയായിരുന്നു. ഈ പെൺകുട്ടി, ഈ വികാരം, സ്വപ്നം എന്നാണ് നാനിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ടായിരുന്നത്. കീർത്തി കരയുന്ന അതേ ഫോട്ടോ പങ്കുവച്ച് സമാന്തയും ആശംസകൾ അറിയിച്ചിരുന്നു. ഈ ഒരു ചിത്രം എന്റെ ഹൃദയത്തിൽ തട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് സമാന്തയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ അത്രയും പെർഫെക്റ്റ് മാച്ചായ മറ്റൊരു പേർ ഇല്ല എന്ന് കല്യാണി പ്രിയദർശൻ പറഞ്ഞിരുന്നു. ഈ ഒരു ദിവസം അത് സംഭവിച്ചതിൽ ഞാൻ വളരെ ഹാപ്പിയാണെന്നും കല്യാണി പറഞ്ഞിട്ടുണ്ട്. ഇവരെ കൂടാതെ മഞ്ജു വാര്യർ, ടോവിനോ തോമസ്, രശ്മിക മന്ദാന, അദിതിറാവു ഹൈദാരി, മീര ജാസ്മിൻ, അഹാന കൃഷ്ണ എന്നിങ്ങനെ ഇൻഡസ്ട്രിയിലെ ഒട്ടുമിക്ക ആളുകളും ആശംസകളുമായി എത്തിയിട്ടുണ്ട്. കീർത്തി സുരേഷ് പങ്കുവച്ച ഫോട്ടോകളല്ലാതെ ചടങ്ങിൽ നിന്നുള്ള മറ്റൊരു ഫോട്ടോയും പുറത്തു വന്നിട്ടില്ല. കല്യാണത്തിന് കീർത്തി കരഞ്ഞ ഫോട്ടോ പുറത്തു വന്നിരുന്നു. തെലുങ്ക് സൂപ്പർ സ്റ്റാർ നാനി അടക്കം ആ നിമിഷത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കരഞ്ഞുകൊണ്ട് കീർത്തി ആന്റണിയെ കെട്ടിപ്പിടിച്ചപ്പോൾ ഞങ്ങളുടെ എല്ലാം കണ്ണുകൾ തുറന്നു എന്നാണ് ഐശ്വര്യലക്ഷ്മി പറയുന്നത്. കല്യാണത്തിന്റെ ഫോട്ടോകൾ ഏറെ വൈകിയാണ് കീർത്തി സുരേഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അതിന് പിന്നാലെ വിവാഹവേളയിൽ എടുത്ത ചിത്രങ്ങൾ ഓരോ സെലിബ്രിറ്റികളായി പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലാൻ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് പോലെ ഓരോ ദിവസവും 1-2 പേർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക എന്ന രീതിയാണ് ചിത്രങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കല്യാണി പ്രിയദർശനും ഐശ്വര്യലക്ഷ്മിയുമാണ് ചിത്രങ്ങൾ പങ്കുവച്ചത്. വിവാഹവേളയിൽ എടുത്ത ചിത്രങ്ങൾക്കൊപ്പം കീർത്തിയൊപ്പമുള്ള സൗഹൃദം എത്രത്തോളം വലുതാണെന്നും ഐശ്വര്യലക്ഷ്മി പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജോലി തിരക്കുകൾ പറഞ്ഞ് വിവാഹത്തിൽ നിന്ന് ഒഴിവായിരുന്നുവെങ്കിൽ കീർത്തി എന്നെ കൊന്നേനെ. കല്യാണ ദിവസം തന്നെ വധുവിനെ കൊലപാതകയായി ആക്കാതെ മാനേജ് ചെയ്തു എന്ന് പറഞ്ഞാണ് ഐശ്വര്യലക്ഷ്മി ചിത്രങ്ങൾ പങ്കുവച്ചത്. ജോലി തിരക്കുകൾ കാരണം വരാൻ സാധിക്കില്ല എന്നായിരുന്നു അത്രേ ഐശ്വര്യ ആദ്യം വിചാരിച്ചത്. ആന്റണി തട്ടിലിന്റെ കീർത്തി സുരേഷിന്റെ ഈ മനോഹരമായ ദിവസത്തിന് സാക്ഷ്യം വഹിച്ചതിനെ കുറിച്ചും ഐശ്വര്യലക്ഷ്മി പറയുന്നുണ്ട്. ഈ ഇമോഷൻസും തിരുമണവും പാട്ടും എല്ലാം മനോഹരമായിരുന്നു. വിവാഹത്തിന് നീ കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഞങ്ങളുടെ എല്ലാം കണ്ണ് തുറക്കപ്പെട്ടു. അത്രയും മനോഹരമായ ഓർമ്മകൾ തന്നതിന് നന്ദി. നിങ്ങൾക്ക് രണ്ടുപേരും ഒരുമിച്ചുള്ള ചുവട് വയ്ക്കാൻ കണ്ടപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു എന്നാണ് ഐശ്വര്യലക്ഷ്മി പറഞ്ഞത്. പോസ്റ്റിന് താഴെ ആന്റണി തട്ടിലിന്റെ മറുപടി എത്തി. ഐഷു പറഞ്ഞത് തീർത്തും അർത്ഥമുള്ള കാര്യമാണ് എന്ന ആന്റണി തട്ടിലിന്റെ കമന്റിന് പോരുന്നോ എന്റെ കൂടെ എന്നായിരുന്നു ഐഷുവിന്റെ മറുപടി. എന്നാൽ സൂപ്പർ നായികയായിരുന്ന കീർത്തി അഭിനയ ജീവിതം ഉപേക്ഷിച്ചേക്കുമെന്ന് അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. വിവാഹത്തോടെയായി കീർത്തി അഭിനയം നിർത്തുമോ എന്നായിരുന്നു ആരാധകരുടെ ആശങ്ക. ആന്റണിയെ പോലെ ബിസിനസ്സിലായിരിക്കുമോ താരപുത്രിയുടെ ശ്രദ്ധ എന്നായിരുന്നു ചോദ്യങ്ങൾ. മാത്രമല്ല, പുതിയ സിനിമകളൊന്നും നടി ഏറ്റെടുത്തിട്ടില്ലെന്നാണ് സൂചന. ഇതിനർത്ഥം സിനിമയിൽ ഗ്യാപ്പ് എടുക്കാൻ നടി ആഗ്രഹിക്കുന്നത് കൊണ്ടാണെന്നും പ്രചരണം വന്നു. റിവോൾവർ, റീത്ത, കന്നിവേദി എന്നീ 2 ചിത്രങ്ങൾ മാത്രമാണ് കീർത്തി കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2 ചിത്രങ്ങളുടെയും ചിത്രീകരണം പൂർത്തിയാക്കി റിലീസിന് ഒരുങ്ങുകയാണ്. പുതിയ സിനിമകളൊന്നും കമ്മിറ്റ് ചെയ്യാത്തതിനാൽ ആണ് കീർത്തി സിനിമ ഉപേക്ഷിക്കുന്നു എന്ന് വാർത്തകൾ വന്നത്. പ്രശസ്തിക്കൊപ്പം കീർത്തിയെ തേടി ചില ഗോസിപ്പുകൾ പതിവായിരുന്നു. അത്തരത്തിൽ പലകുറി താരത്തിന്റെ വിവാഹ വാർത്തകളും മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. വിവാഹം കഴിഞ്ഞപ്പോഴും ഗോസിപ്പുകൾക്ക് പഞ്ഞമുണ്ടായില്ല. കീർത്തി അഭിനയ രംഗം ഉപേക്ഷിക്കുന്നു എന്നായിരുന്നു വാർത്തകൾ. എന്നാൽ അതിനുള്ള മറുപടിയാണ് വിവാഹം കഴിഞ്ഞ പാടെ തന്നെ തന്റെ ഏറ്റവും പുത്തൻ ബോളിവുഡ് ചിത്രത്തിന്റെ പ്രൊമോഷൻ വേദിയിൽ കീർത്തി ഇന്നലെ എത്തിയത്. കഴുത്തിൽ മഞ്ഞ ചടിൽ കോർത്ത് താലിയും അണിഞ്ഞാണ് വേദിയിൽ കീർത്തി എത്തിയത്. ഒന്നുകൂടി മെലിഞ്ഞു സുന്ദരിയായിട്ടാണ് താരത്തിന്റെ വരവുണ്ടായിരുന്നത്.